iPhone 14 സീരീസിൽ എത്ര എംഎച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് നിങ്ങൾക്കറിയോ? പോട്ടെ, iPhone 14 സീരീസിൽ എത്ര GB റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയോ? എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇനി ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ബാറ്ററി എംഎച്ചിനെ കുറിച്ചോ റാം എത്ര GB ആണ് വരുന്നതിനെ കുറിച്ചോ ഒരു ഡീറ്റെയിൽസും ആപ്പിൾ പുറത്ത് വിടാറേ ഇല്ല. വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനേ സാധിക്കില്ല. ആപ്പിൾ എപ്പോഴും അവരുടെ ഐഫോൺസിലുള്ള ബാറ്ററിനെ കുറിച്ചോ റാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു ലോഞ്ച് ഇവൻറ്റിലും പുറത്ത് പറഞ്ഞിട്ടില്ല, വെബ്സൈറ്റിലും മെൻഷൻ ചെയ്യാറില്ല. എന്നിരുന്നാൽ പോലും ഐഫോൺ ഓരോ സീരീസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പബ്ലിക്കേഷൻസ് ആ ഫോണിലുള്ള ബാറ്ററി എംഎച്ചിനെ കുറിച്ചും റാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്ത് വിടാറുണ്ട്. ഇപ്പോൾ ഐഫോൺ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള iPhone 14 സീരീസിൻ്റെ റാമിനെ കുറിച്ചും ബാറ്ററി എംഎച്ച് എത്രയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെയായിട്ട് കാണുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോർമലി നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നതാണ് റാം. പ്രോസസ്സർ എന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. റാം എത്ര ഉണ്ടെന്നാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. നമ്മളല്ല, ചില ആളുകൾ ടെക്കുമായിട്ട് വലിയ നോളജ് ഇല്ലാത്ത നോർമൽ പീപ്പിൾസ് നോക്കുന്നത് റാമിനെ കുറിച്ചാണ്. ഫോണിൽ എത്ര GB റാം ഉണ്ട്? 8 GB റാം, 12 GB റാം ഉണ്ടെങ്കിൽ ആ ഫോൺ ബെസ്റ്റ് ഫോണായിട്ട് തന്നെ കണക്കാക്കുള്ളൂ. പക്ഷേ ഐഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടാറില്ല. ഐഫോണിലുള്ള റാമിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഷോക്കാവും. അതേപോലെ രണ്ടാമത് ഫോൺ വാങ്ങുമ്പോൾ നോക്കുന്ന കാര്യമാണ് ബാറ്ററിയുടെ എംഎച്ച്. ഒരു ഫോൺ വാങ്ങി അത് എത്രത്തോളം ചാർജ് നിൽക്കുന്നുള്ള കാര്യം എല്ലാവരും നോട്ട് ചെയ്യാറുണ്ട്. എംഎച്ചും റാമും നോക്കിയിട്ടാണ് അധിക പേരും ഫോൺസ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഐഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ആ ഫോണിലുള്ള എംഎച്ച് എത്ര എന്നുള്ള കാര്യം ഒരിക്കലും പുറത്ത് പറയില്ല. അവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ചെക്ക് ചെയ്യാൻ പറ്റില്ല. റാമും അതേപോലെ തന്നെയാണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്ത് വിടാറേ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകളെല്ലാം ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ട്. ഐഫോൺ ഫോൺസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ പ്രീവിയസ് ഇയർ ഫോണിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഈ ഒരു പുതിയ സീരീസിൽ കിട്ടും എന്നുള്ള കാര്യമാണ് പറയാറ്. അല്ലാണ്ട് എംഎച്ചിൻ്റെ കാര്യം ഒരിക്കലും മെൻഷൻ ചെയ്യാറില്ല. പിന്നെ റാമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രീവിയസ് ജനറേഷൻ ഫോണിനെ അപേക്ഷിച്ച് ഇത്ര ശതമാനം സ്പീഡ് ഈ ഒരു ഫോണിൽ ഉണ്ടെന്നുള്ള കാര്യം മാത്രമാണ് ആപ്പിൾ മെൻഷൻ ചെയ്യാറ്. ഐഫോണിൻ്റെ എല്ലാ സീരീസും ലോഞ്ച് ചെയ്യുമ്പോഴും അവർ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സീരീസ് എല്ലാം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പബ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിലുള്ള ബാറ്ററിനെ കുറിച്ചും റാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടാറുണ്ട്. ഇപ്പോൾ iPhone 14 സീരീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ iPhone 14 സീരീസിന് മുമ്പ് ലോഞ്ച് ചെയ്ത് iPhone 13 സീരീസിലുള്ള ഫോൺസിൻ്റെ ബാറ്ററി എംഎച്ചും റാമും എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം. iPhone 13 സീരീസിൽ 4 സ്മാർട്ട് ഫോൺസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തത്. iPhone 13 mini, iPhone 13, iPhone 13 Pro, iPhone 13 Pro Max. ഇതിൽ iPhone 13 മിനിയിൽ 2406 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. iPhone 13 നോക്കുകയാണെങ്കിൽ 3227 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. iPhone 13 Proയിൽ 3095 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. iPhone 13 Pro Maxൽ 4352 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇനി നമ്മൾ iPhone 14 സീരീസിലുള്ള ഫോൺസിൻ്റെ ബാറ്ററി എംഎച്ച് എത്രയാണ് വരുന്നത് നോക്കാം. iPhone 14 സീരീസിൽ ഇത്തവണ 4 ഫോൺസാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. iPhone 14 മിനി ഇല്ല, അതിന് പകരം iPhone 14 പ്ലസ്, iPhone 14 Pro, iPhone 14 Pro Max എന്നിങ്ങനെ 4 ഫോൺസാണ് iPhone 14 സീരീസിലുള്ളത്. iPhone 14ൽ 3279 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. iPhone 14 പ്ലസിൽ 4325 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. iPhone 14 Proയിൽ 3200 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. iPhone 14 Pro Maxൽ 4323 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. iPhone 13 സീരീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ iPhone 14 സീരീസിൽ എംഎച്ച് ലേശം കൂടിയിട്ടുണ്ട്. പക്ഷേ iPhone 13 Pro Maxനേക്കാളും iPhone 14 Pro Maxൽ ബാറ്ററി എംഎച്ച് ലേശം കുറവാണ്. ബാക്കിയുള്ള iPhone 14, iPhone 14 Pro ഈ രണ്ട് ഫോൺസിലും സ്ലൈറ്റ്ലി ബാറ്ററി എംഎച്ച് ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇനി ഈ ഫോണിലുള്ള റാമിനെ കുറിച്ച് നമുക്ക് പറയാം. ഐഫോണിൻ്റെ 13 മിനിയിൽ 4 GB റാം ആയിരുന്നു വന്നിരുന്നത്. ബാക്കിയുള്ള iPhone 13 Pro, 13 Pro Max 6 GB റാം ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ ലോഞ്ച് ചെയ്ത് iPhone 14 സീരീസിൽ എല്ലാ ഫോൺസിലും 6 GB റാമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഐഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് iPhone 14 ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 80,000 രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യയിൽ പ്രൈസ് വരുന്നത്. 80,000 രൂപയ്ക്ക് നമുക്ക് 12 GB റാമുള്ള ഫോൺസ് കിട്ടും. എന്നിട്ടാണ് ഈ 6 GB റാമുള്ള ഫോൺസ് വാങ്ങുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺസിലുള്ള റാം വെറും നമ്പറിൽ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. ശരിക്കും റാമിൻ്റെ പെർഫോമൻസ് കിട്ടുന്നത് ഐഫോൺസിലാണ്.
6 GB റാമോ ഉള്ളെങ്കിലും 12 GB അതിൻ്റെ മേലുള്ള റാമുള്ള ആൻഡ്രോയിഡ് ഫോൺസുമായിട്ട് കട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഐഫോണിൻ്റെ ഫോൺസ്. ബാറ്ററി MAHൻ്റെ കാര്യത്തിലോട്ട് വന്നാലും അതേപോലെ തന്നെയാണ്. ബാറ്ററി MAH കുറവാണെങ്കിലും ബാറ്ററി ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് തന്നെ ഐഫോൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഈവനിങ് 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതെല്ലാം മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ ചാനലുമായി സംബന്ധിച്ച് എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.